മുതലിറച്ചി മേടിക്കാൻ പോവാണ്. ഹേ ഗൈസ്, ഐ എം ബാക്ക് അഗൈൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തായ്ലാൻഡിലുള്ള എയർപോർട്ടിലാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ തായ്ലാൻഡിലേക്കുള്ള ഒരു ട്രിപ്പ് പോവാണ്. ഒരു 7 days ട്രിപ്പാണ്. എന്തായാലും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ടു എൻ്റെ കൂർഗ് നിന്ന് നാപ്പോക്കിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 1 ആണ്. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരവിടെ ഓൾറെഡി അവർ UAE നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി തായ്ലാൻഡിലൊരു റിസോർട്ടിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടുന്ന് ഒരു 2.5 hours ഉണ്ട് അവിടത്തേക്കുള്ള ട്രാവൽ. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ചടാർ തായ് ഹൗസ് എന്ന് പറയുന്ന ഒരു വീടിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ബോർഡ് നാളെ രാവിലെ ക്ലിയർ ആയിട്ട് എടുത്തരാം. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്ററും അളിയനും കുട്ടികളൊക്കെ സ്റ്റേ ആകുന്നുണ്ട്. ഇനി പോയി നോക്കട്ടെ എന്താ കഥയാണ്. ഇതാണിപ്പോൾ ഞങ്ങൾ സ്റ്റേ ആകുന്ന റൂം. അടിപൊളി ഹോം സ്റ്റേ ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചടാർ തായ് ഹൗസ് എന്നാണ് ഈ സ്റ്റേൻ്റെ പേര്. ഇവിടെ വരുന്നതിനെ കുറിച്ച് എക്സ്പെൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എന്തായാലും കുളിച്ച് ഫ്രഷപ്പ് ആയിട്ട് തായ്ലാൻഡിലെ പട്ടായത്തിലുള്ള ഒരു റൺവേ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട്. അങ്ങനെ തായ്ലാൻഡിലെ മാർക്കറ്റാണ് ഇത്. അങ്ങോട്ടേക്ക് ഉണ്ടെന്തല്ലോ. ഇവിടുത്തെ സ്പെഷ്യലാ. ഇവിടുത്തെ സ്പെഷ്യൽ ചക്ക അതിന് 150 ഉണ്ട്. ഇത് നമ്മളെ വരിക്കച്ചക്ക 50 തായി. നമ്മളെ പാഷൻ ഫ്രൂട്ട് ഒപ്പി അല്ല ഇവിടൊക്കെ ചക്കോത്ത. നമ്മളെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഒരിടത്ത്. അപ്പൊ ഇവിടെ എല്ലാരെയും പൊരിച്ചു വെച്ചിട്ടുണ്ട്. തേളിനെ കാണണം. ഇനി നമ്മൾ തേളിനെ കാണാൻ പോവാണ്. തേളെല്ലാം ഇവിടെ പൊരിച്ചു വെച്ച സ്ഥലമുണ്ട് എന്ന് പറയുന്നത്. ഇതാരിവിടെ നിന്നിട്ടുള്ളത്? ബാ. എനിക്കെന്താ സംഭവിച്ചാൽ ലൈവായിട്ട് മീനിനെ പിടിച്ചിട്ട് ഇവിടെ തന്നെ സലാഡാക്കിയിട്ട് അപ്പം തന്നെ കൊടുക്കും. ഇതാ സലാഡ് കണ്ടോ ആക്കിയിട്ട് അതിൽ പടയ്ക്കുന്നുണ്ട് മീന്. ഈ മീന് ഈ സാധനം എടുക്കും അപ്പനെ പിടിക്കും എന്നിട്ട് ഇതുപോലത്തെ പച്ച സോസ് അങ്ങനെ കഴിക്കും. നീ പറഞ്ഞെന്നെ കേട്ടിട്ടുണ്ടോ? ഇതെന്ത് സാധനം അറിയില്ല. ഈച്ചയില്ലേ? ഈച്ച വരാതിരിക്കാൻ വേണ്ടി അതൊരു 3-4 നാട്ടിലിറക്കണം. അതൊരു 3-4 നാട്ടിലിറക്കണം. അപ്പൊ സെമീറ മുതലിറച്ചി മേടിക്കാൻ പോവാണ്. ആ ചങ്കല തിന്നിനി. ബ്രെഡ് നല്ല ബ്രെഡിൽ ഇങ്ങനെ ബ്രെഡ് കൂട്ടി കഴിക്കാൻ മേടിച്ചിട്ട് പോവാ. കുറച്ച് കഴിക്കട്ടെ? നിങ്ങൾ കഴിച്ചോ? എന്താ Zaid, do you want to eat? No. Crocodile. Do you want to eat? Come on! Yeah, you number 1. Ready? Yeah. Hey.
ടീഷർട്ടെല്ലാം നല്ലുണ്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈം കാണാം ഇത്രയും വണ്ണമുള്ള വാങ്ങാം. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുത്, പക്ഷെ നേരിട്ടൊക്കെ നല്ല വണ്ണുണ്ട്. ഇത് വളരെ കുഞ്ഞി പഴം. നമ്മുടെ നാട്ടിൽ പച്ച വലിയ വലിയ പഴം കിട്ടുന്നതിന്റെ ചെറുത് നല്ല രസമാണ്. ജ്യൂസിലൊക്കെ പാക്കിങ് ഇട്ട് ഏത് ജ്യൂസ് വേണ്ടതെന്ന് ഇങ്ങനെ പറയാ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഏതാണ് സെലക്ട് ആക്കാം. ഇത് വേണം, അതങ്ങനെ എടുത്ത് മിക്സിലിട്ട് അടിച്ച് തരും. തായ്ലാൻഡിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇത് ഞങ്ങള് ബാർഗിനിങ് പോലെ ചോദിച്ചോക്കാണ്. വില കുറവാണെങ്കിൽ പോവും, അല്ലെങ്കിൽ പോവില്ല. ഇവനിക്ക് ഭയങ്കര ആഗ്രഹം അതിലൊന്ന് പോണം. 200 രൂപ പോലും. 200 രൂപ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. 200 തായി എന്ന് വെച്ചാൽ എത്ര ഇന്ത്യൻ മണി എത്രാന്ന്? നമ്മളുടെ എന്നാലും ഞങ്ങളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പട്ടായ സിറ്റി ചുറ്റിക്കറന്ന് കഴിഞ്ഞിട്ടാ കുട്ടികളെ കൊണ്ടിട്ടാ കണ്ട കോക്രോച്ച്. ഇത് നമ്മൾ ഉപ്പുത്തുള്ള നിങ്ങൾക്കെല്ലാം കൊടകിൽ ജനിച്ചാ പോരേനാ. ഇതാ നമ്മളെ ചാണകത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന പുഴു. കുറച്ചേറെ നേരം തിന്നാ ഇത് തിന്നോണ്ടിരുന്നവരെ അങ്ങനെ തായ്ലാൻഡിൽ ഫോണ് മറന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. എന്നിട്ട് ഈ ഫോൺ എടുത്തന്നെ ഉണ്ടായിരുന്നു ഇത്രയും തിരക്കിന്റെ ഇടയില്. ഫൈൻഡ് മൈ ലൊക്കേഷൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെ